ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ആഫ്റ്റർനൂൺ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ സ്റ്റാൻഡൊക്കെ വെക്കുകയാണ്, ഫേസ് എങ്ങനെ ഇരിക്കുന്നതൊക്കെ നോക്കുകയാണ്. നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കോലമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എന്താ ചെയ്യുന്നത്? സാധാരണ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ കയറുമല്ലോ, ആ ഒരു സമയം ആണ് ഒരു 12 മണിയൊക്കെ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് നിമ്മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു കറിയും പിന്നെ ഒരു ഫ്രൈയും ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതൊന്ന് വൃത്തിയാക്കുകയാണ്. ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കിട്ടിയതാണ്, എന്നാലും പക്ഷേ നമ്മൾ വീട്ടിൽ ഒന്നുകൂടെ കഴുകുമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ ഒന്നുകൂടെ കഴുകുകയാണ്. അപ്പം ഇതെനിക്ക് മസ്റ്റാണ്, എല്ലാവർക്കും മസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ്, കല്ലുപ്പാണ് ഇതിനെ പ്രിഫറബിളായിട്ട്, കല്ലുപ്പ് തീർന്നു പോയി. അപ്പം നമ്മൾ സാധാരണ ഉപ്പ് വെച്ചത് പിങ്ക് സോൾട്ടാണ്, അത് വെച്ച് നമ്മളൊന്ന് റബ്ബ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സിന്തറ്റിക് വിനിഗറും കൂടി ഇട്ടാൽ നല്ലതാണ് കേട്ടോ. ഏത് മീറ്റും ക്ലീൻ ചെയ്യുമ്പോൾ ഉപ്പും വിനാഗിരിയിലും നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്താൽ നല്ലതാണ്. അതിനുശേഷം നമ്മൾ ഉപ്പും വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും കൂടെയുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് വെക്കുക, ഒരു അരമണിക്കൂർ മിനിമം വെക്കുക. അത് നീറ്റ് ആൻഡ് ക്ലീൻ ആവും. അപ്പോൾ ഞാനത് കഴുകി മാറിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, പകുതി വറുക്കാനും പകുതി കറി വയ്ക്കാനും. സാധാരണ മീൻ വാങ്ങുമ്പോൾ അങ്ങനെയാണ്. അപ്പം ഇതാണ് നമ്മൾ കറി വയ്ക്കാൻ, ഇതാണ് നമ്മൾ വറുക്കാൻ. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു കോള് വന്നു. എൻ്റെ ഒരു ടെലി കൺസൾട്ടേഷൻ ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് കുറച്ച് നാളായിട്ട് പരിചയമുള്ളൊരു ആളായതുകൊണ്ട് നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്ത് നമ്മൾ ആ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അത് ഈ ക്യാമറ ഓൺ ആയിരുന്നുകൊണ്ട് ഇതൊക്കെ ഇതിൽ വന്നുപോയി, അതുകൊണ്ട് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേ കേട്ടോ. അപ്പം നമ്മൾ മാരിനേഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പൊടികളൊക്കെ രണ്ടിലും ഇട്ടു കേട്ടോ, നമ്മുടെ കറി വയ്ക്കാനുള്ളതിലും വറുക്കാനുള്ളതിലും പൊടികൾ വിതറി. എന്നിട്ട് നമ്മളിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. പൊടികൾ ഞാൻ തിരിച്ച് വെക്കുകയും ചെയ്തു. ഞാനിപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്കൊരു ഊഹത്തിൻ്റെ കണക്കുണ്ട്, അതനുസരിച്ച് ഞാൻ അങ്ങ് ഇട്ടോളും. പിന്നെ ചില സമയത്ത് ഈ ഫ്രൈ ചെയ്യുന്നതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇന്നത് ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് റെസിപ്പി ആയിട്ട് ഫ്രൈഡ് കാണിക്കാത്തത്. അപ്പം ഞാൻ നന്നായിട്ട് മസാല അതിലിങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഓരോ കുസൃതിയൊക്കെ കാണിക്കുകയാണ്. ജസ്റ്റ് ചുമ്മാ ക്യാമറ സ്റ്റാൻഡ് ഓണായിരുന്നോണ്ട് ഞാൻ വെറുതെ ഇട്ടതാണത്. നമ്മൾ സാധാരണ ഒരു വ്ളോഗ് നമ്മുടെ യൂഷ്വൽ ഒരു ഡേ അല്ലേ കാണിക്കുന്നത്, അപ്പം നമ്മളിങ്ങനത്തെ കുസൃതി നിറങ്ങിയ നിമിഷങ്ങളൊക്കെ ഉണ്ടാവും. മാരിനേഷൻ കഴിയുമ്പോൾ എപ്പോഴും കയ്യിൽ ഈ മഞ്ഞൾപ്പൊടി പിടിക്കും, അതാണ് എനിക്ക് ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം. മാറാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അത്. എനിക്ക് ആ സ്റ്റെയിനിങ് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ മാരിനേഷൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ. നമ്മളൊരു സവാള അത് ഇരട്ട സവാളയാണ്, അത് 2 കഷ്ണമായിട്ടിരിക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഒരു നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇഞ്ചി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന്. ക്യാമറ സ്റ്റാൻഡ് നേരെ വെച്ചോടെ. അപ്പം എന്താ സംബന്ധിച്ച് മോൻ എൻ്റെ കൈ ഇരിക്കുന്നുണ്ട്, എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ മോനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആൾ ചില സമയത്ത് കുഴപ്പമില്ല, ചില സമയത്ത് കയ്യിലിരിക്കണം. അപ്പോൾ കുക്ക് ചെയ്യാണ്, കയ്യിൽ കത്തിയുണ്ട്, അതൊന്നും അവനെ അറിയണ്ട. അപ്പോൾ കുഴപ്പമില്ല, അവനെ കയ്യിലിരുന്ന് ഇതുപോലെ കണ്ടോളും. പിന്നെ കയ്യിൽ എന്തെങ്കിലും ഒരു സ്പൂണൊക്കെ കൊടുത്താൽ ആളത് വെച്ചിട്ട് കളിച്ചിട്ടൊക്കെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ചെറിയ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയിട്ട് അങ്ങ് ചതച്ച് എടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇതിൻ്റെ കണക്കുകളൊക്കെ എത്ര ചെറിയ ഉള്ളി അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളെല്ലാം തന്നെ ഇവിടെ ചതച്ച് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ആ സവാള അരിഞ്ഞു, തക്കാളി ഒരു 2 ചെറിയ തക്കാളി, 3 പച്ചമുളക് അരിഞ്ഞെടുത്തു. നമ്മൾ നല്ലൊരു ചുവടുകട്ടിയുള്ള പാത്രം എടുത്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്, അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പം നിങ്ങൾ ഹാർട്ട് ഡിസീസസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ മതി. നമ്മൾ കുറച്ച് ഉലുവയും കൂടെ ഒന്ന് വിതറിയിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണൊക്കെ. അപ്പോൾ ആ ഒരു ഉലുവയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്കൊന്ന് വിതറി കൊടുക്കാം. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി വഴറ്റി എടുക്കാം. അപ്പം ഈ ഒരു ഉലുവയുടെ സ്റ്റെപ്പ് മിസ് ചെയ്യരുത്. മീൻകറിക്ക് ഉലുവ വളരെ ഇമ്പോർട്ടൻറ്റ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ ഒരു കൂട്ടില്ലേ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയുള്ള അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായി തന്നെ ഇടാം കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കണം. അപ്പം ഇതിപ്പോൾ കാണുമ്പോൾ ഒത്തിരി ഉള്ള പോലെ തോന്നും, പക്ഷേ ഇത് വയന്ന് വരുമ്പോൾ ആ കറിക്ക് വേണ്ട അത്രയും തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് മനസ്സിലാവും, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കൂട്ടിന്. അതൊന്ന് വഴറ്റി ഒരു 4 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സവാള ഇതുപോലെ കൈകൊണ്ട് ഞവടി എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വേണം ഇടാൻ. അപ്പം ഞാൻ എടുത്ത മൊത്തം സവാള ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് നമ്മുടെ ഫ്രൈഡ് കൂടെ ഇടാൻ വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ട്. സവാളയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം.
ഇനി മീൻ വൈൽ നമുക്ക് ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അരപ്പ് അരയ്ക്കാം. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് തേങ്ങ ഇട്ടിട്ട് നമുക്കൊരു 1/8 ടീസ്പൂൺ, അതായത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി നമ്മുടെ എരിവിൻ്റെ അളവനുസരിച്ച്, അപ്പം ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. കാരണം ഞാൻ എടുത്തത് 2 ചെറിയ പച്ചമുളകായിരുന്നു. പച്ചമുളകിൻ്റെയും നമ്മുടെ എരിവിൻ്റെയും ഒക്കെ അളവനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി നമുക്കിത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, ഇപ്പം ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഹൈയിലിട്ട് അരച്ച് വരാം. ഇപ്പം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാണ് നമ്മുടെ കറിക്ക്, ഒരു ഓറഞ്ച് കളറാണ്. ഇനി നമുക്ക് ആ ഒരു വയന്ന ഒരു കൂട്ടിലേക്ക് നമ്മുടെ ഈ ഒരു മസാല അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരപ്പ് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു ഈ കൂട്ടൊന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് വരണം. ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചൊന്ന് മൂപ്പിച്ച് എടുത്താൽ മതി. അത് ഈ കൂട്ടിൽ വേണ്ട. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിക്കാനോ വെള്ളം ഒഴിക്കാനോ ഒന്നും പാടില്ല. കാരണം നമുക്ക് ഈ ഒരു കൂട്ട് ഇനിയും ഒന്നുകൂടെ അരയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഒന്ന് വയന്ന് വരും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച്, ഏകദേശം അതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗത്തിൻ്റെ കുറച്ച് മുകളിൽ ആയിട്ട് നമുക്ക് അതേ ഗ്രൈൻഡറിലേക്ക് തന്നെ ഇട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ എഗെയിൻ നമുക്ക് വെള്ളം ആവശ്യത്തിന് ഇട്ട് ഒരു അരപ്പ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ അത് അരച്ച് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. ചെറിയുള്ളിയുടെയും ഇഞ്ചിൻ്റെയും ഒക്കെ കൂടെ ആ ഒരു നമ്മുടെ സ്പൈസസും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇതാണ് ഈ ഒരു കറീൻ്റെ ഒരു ഹാർട്ട് ഓഫ് ദ ഫ്ലേവർ എന്ന് പറയുന്നത്. ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതും നമുക്കൊരു 4 മിനിറ്റൊക്കെ ഇട്ടൊന്ന് വഴറ്റി എടുക്കണം. പെട്ടെന്ന് വേവാൻ വേണ്ടി നമ്മൾ എണ്ണ ഒഴിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഇതിനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുമ്പോഴാണ് ഇത് കുറച്ചും കൂടി നന്നായിട്ട് ഇത് കുക്കാവുക. ഒരു 4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഗ്രൈൻഡറില്ലേ, ആ ഗ്രൈൻഡറിൽ തന്നെ കുറച്ച് വെള്ളം ഇട്ട് ഒന്ന് കുലുക്കിയെടുത്ത് നമുക്ക് കുറച്ചുകൂടെ അരപ്പെല്ലാം ഇങ്ങനെ പോരും. ഇതൊരു ടിപ്പാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നിട്ട് ഞാനൊരു 1/4 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു. ഒരു 3-4 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ വാളംപുളി ഇട്ട് കൊടുക്കുക. നമ്മുടെ പുളിയുടെ അളവ് അനുസരിച്ച് നമുക്ക് എത്ര പുളി വേണം അത് അനുസരിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ എരിവും പുളിയും ഉപ്പും ഒക്കെ സമമായിട്ടുണ്ടോയെന്ന് ഇപ്പോൾ അത്രയ്ക്ക് അറിയില്ല. എന്നാലും ജസ്റ്റ് പുളി അധികമാണോ എന്നറിയാൻ വേണ്ടി ഇട്ടതാണ്. പുളി പിടിക്കാൻ സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി പകുതി ഇട്ടു, ബാക്കി ഇതാ ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മീൻകറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഗ്രേവി നന്നായിട്ട് തിളച്ച് വരാൻ ഒരു 7-8 മിനിറ്റൊക്കെ എടുക്കും. ഇതുപോലെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കോഴിക്കോടൊക്കെ ഒരു പാരഗൺ സ്റ്റൈൽ ഫിഷ് കറി ഉണ്ട്. ഞാൻ പണ്ട് എൻട്രൻസിന് അവിടെ പോയപ്പോൾ കഴിച്ചിട്ടുള്ളതാണ്. അത് പ്രത്യേക ടേസ്റ്റാണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള. ഇത് അതുപോലെയല്ല, അപ്പിയറൻസിൽ ഒരു ചെറിയ സിമിലാരിറ്റി ഉണ്ടെന്നുള്ളൂ. ടേസ്റ്റിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. മീൻ നമ്മളിവിടെ ഇട്ടു, നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മീൻ അവിടെ വറുക്കുന്നുണ്ട് സൈഡിൽ, ഇതാ കണ്ടോ. ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇതും ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് പ്രൊസീജിയറാണ് കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നല്ലോണം തിള വന്നു. നമ്മളിത് തുറന്നപ്പോൾ നല്ല തിളയ്ക്കുന്ന മീൻകറി. ഇതിലേക്ക് നമ്മൾ ബാക്കി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മുടെ മീൻകറി കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് അടിക്കൂടെ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒത്തിരി കുത്തി ഇളക്കരുത്, നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇതേപോലെ മൈൽഡായിട്ട് ഇതാക്കിയാൽ മതി. ഞാൻ ടേസ്റ്റ് നോക്കുകയാണ്. ഉപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും എല്ലാം പാകത്തിനാണ്. എരിവ് അഥവാ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഈ സ്റ്റേജിൽ ഇട്ടാൽ മതി കേട്ടോ. മുളക് പൊടി ഇടണ്ട. നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ, ഇത് വാങ്ങി വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ, ഇതൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ കറി റെഡിയായി. ഇനി ഒന്നും ചെയ്യാനില്ല, ഇതങ്ങോട്ട് സെർവ് ചെയ്യുക, ചൂടോടെ കഴിക്കുക. കുറച്ച് നേരം ഇരുന്നിട്ട് കഴിച്ചാലും, ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നിട്ട് കഴിച്ചാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് അടച്ചു വെക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ആഫ്റ്റർനൂൺ വ്ളോഗ്. കുറച്ചുകൂടെയൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം കൂടെയൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങ് ടയേർഡായിപ്പോയി. പിന്നെ കുളിയും കാര്യമൊക്കെ ആയിട്ട് പിന്നെ കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ഞാൻ പിന്നെ ക്യാമറ കൈകൊണ്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കപ്പ ഒലത്തിയിട്ടുണ്ടായിരുന്നു. ചോറും ഉണ്ട്, കപ്പ ഒലത്തിയത് ആദ്യം കഴിക്കുകയാണ്. അപ്പോൾ കപ്പയും നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ മീൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുകയാണ്. മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്തതുകൊണ്ട് ശരിക്കും ആ ഒരു ഉള്ളിലൊക്കെ നല്ലോണം ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ നല്ല ടേസ്റ്റുള്ള ഗ്രേവിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് കാര്യം പറയാനാണെങ്കിലും അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മീൻകറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം കേട്ടോ.